ഫ്രണ്ട്സ്, ഫുഡ് സേഫ്റ്റിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്രീമി ബീഫ് പാസ്ത റെസിപ്പി ആയിട്ടാണ്. ഇത് കുറച്ച് ചീസൊക്കെ ഇട്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഡെയിലി ഇതുണ്ടാക്കി കഴിക്കാൻ ഞാൻ പറയുന്നില്ല, വല്ലപ്പോഴും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാനിപ്പോൾ ഇതുപോലെയുള്ള പാസ്തയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാസ്ത വേണമെങ്കിലും എടുക്കാം. ഫസ്റ്റ് നമുക്ക് ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. ഓരോ പാസ്ത പാക്കറ്റിലും അതിന്റെ കുക്കിംഗ് ടൈം കൊടുത്തിട്ടുണ്ട്. ഈ പാസ്തയുടെ കുക്കിംഗ് ടൈം ഒരു 12-13 മിനിറ്റ് ആണ്. അപ്പോൾ കുക്കിംഗ് ടൈം നിങ്ങൾ പാക്കറ്റിൽ നോക്കിയിട്ട് അതുപോലെ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പ് പാസ്തയാണ്. ഇപ്പോൾ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് പാസ്ത അതിൻ്റെ അത് വേവിച്ചിട്ട് കോരി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ വെള്ളത്തിന് അളവൊന്നുമില്ല. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. വെളിച്ചെണ്ണ അല്ലാതെ ഏതെങ്കിലും ഓയിൽ എടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒലീവ് ഓയിലൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഈ ഉപ്പെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കൂട്ടിയിട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 12-13 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഞാൻ കോരി വെള്ളം വാലാനായിട്ട് വെക്കും. അപ്പൊ ഇതാണ് പാസ്ത കുക്ക് ചെയ്യാനുള്ള മെത്തേഡ്. പാസ്ത വെന്ത് വരട്ടെ, നമുക്ക് ആ സമയം കൊണ്ട് ബാക്കി പ്രിപ്പറേഷൻ ഒക്കെ ഒന്ന് ചെയ്യാം. ഇപ്പൊ ഞാനൊരു 200 ഗ്രാമോളം ബീഫ് ഉപ്പ്, മഞ്ഞൾ, കുരുമുളക് ചേർത്ത് വേവിച്ച് വെള്ളം വറ്റിച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ബീഫ് ചെറിയ പീസായിട്ട് നുറുക്കിയെടുക്കണം. വേവിച്ചതിന് ശേഷം നുറുക്കുവാണെങ്കിൽ ഈസി ആയിട്ട് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആദ്യം ബീഫ് ഇതുപോലെ വേവിച്ച് സൈഡിലേക്ക് വെച്ചതിന് ശേഷം തയ്യാറാക്കുക. ഈ ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലും തയ്യാറാക്കാം. വെളിച്ചെണ്ണ എടുക്കരുത്. ഇപ്പൊ ഈ എണ്ണ ചൂടായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുവാണ്. ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അത് മൊരിഞ്ഞതിന് ശേഷം മീഡിയം സൈസിലുള്ള ഒരു സവോള കട്ട് ചെയ്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് അത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ. ഇപ്പൊ സവോള വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പുളി കുറഞ്ഞ 2 തക്കാളി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ പുളിയുള്ള തക്കാളിയാണെങ്കിൽ അതിലും നല്ലത് പുളി കുറഞ്ഞ തക്കാളിയാണ്. പുളിയുള്ള തക്കാളിയാണെങ്കിൽ ഒരെണ്ണമൊക്കെ മതി. ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അതുപോലെ ഈ തക്കാളി അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇപ്പം ഞാനൊരു മീഡിയം തീയിലിട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഈ തക്കാളിയുടെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വരണം. അപ്പം തക്കാളിയും ഒന്ന് വഴണ്ട് അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുവാണ്. 2 ടേബിൾ സ്പൂൺ തന്നെ സോയാ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, പാസ്തയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, പകരം നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഉണങ്ങിയ വറ്റൽമുളക് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുവാണ്. ഒറിഗാനോ ഇറ്റാലിയൻ സീസണിങ് ഒക്കെ ഉപയോഗിക്കാം. അതോടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഉപ്പ്, എരിവ് ഒക്കെ ഒന്ന് നോക്കുക. പാകത്തിന് ചില്ലി ഫ്ലേക്സ് ചേർത്ത് എരിവ് കൂട്ടാം, അതല്ലെങ്കിൽ ചില്ലി സോസ് ചേർത്തിട്ടും എരിവ് കൂട്ടാം. ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 പിഞ്ച് ജാതിക്ക കുരു ഒന്ന് പൊടിച്ചെടുത്ത പൗഡറാണ്. അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് വളരെ കുറച്ച് 1/4 കപ്പ് ഒരു 85 മില്ലി വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഒന്ന് ക്രീമി ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, ഗ്രേവി ആക്കാനല്ല, ഒന്ന് ലൂസ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ എടുക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ ഉപ്പ്, മഞ്ഞൾ, കുരുമുളകൊക്കെ ചേർത്ത് വേവിച്ച് വെച്ച് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് ഇളക്കി കൊടുക്കും. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കുവാണ്. ഞാനൊരു 4 ചീസ് സ്ലൈസ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇത് എപ്പോഴും ഉണ്ടാക്കി കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. വല്ലപ്പോഴും നമ്മൾ ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നത് പോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മളിടയ്ക്ക് പാസ്ത അല്ലെങ്കിൽ ബർഗർ, KFC അങ്ങനെയൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് പോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. കാരണം ഒരുപാട് ചീസൊക്കെ ചേരുന്നുള്ളതാണ്.
അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് അല്പം മൊസറല്ല ചീസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 6-7 ടേബിൾ സ്പൂൺ അത്രയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത്രയും നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ. ആ മൊസറല്ല ചീസൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് തയ്യാറാക്കി ചൂടോടെ കഴിക്കണം, അപ്പോഴാണ് ടേസ്റ്റ്. ഇത്രയൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം നമ്മൾ പാസ്ത ഒരു 13 മിനിറ്റ് എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ വെള്ളത്തിൽ നിന്നൊക്കെ കോരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാസ്ത അങ്ങ് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്കങ്ങ് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിലും ഒറിഗാനോയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിനി നമ്മുടെ റെസിപ്പി ഒന്ന് സെർവ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ ക്രീമി ബീഫ് ചീസ് പാസ്ത അല്ലെങ്കിൽ ക്രീമി ബീഫ് പാസ്ത റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ടേക്ക് കെയർ, ബൈ.